കിച്ചു, നിന്റെ ഏട്ടനെവിടെ? അവൾ മുഖം കുഞ്ചി ചോദിച്ചു. ഏട്ടനൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഏട്ടൻ മുംബൈ പോയി ഒരു ബിസിനസ് ആവശ്യത്തിന്. 1 or 2 വീക്ക് ആവും വരാനും. കാശി പറഞ്ഞതും പാറുവിൻ്റെ ഉള്ളിൽ ആശ്വാസം ഉളവാക്കുന്ന വാക്കുകളായിരുന്നു. ഞാൻ വരാം, നീ നടന്നു, പാറു പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ അത് വെറും ശ്രമം മാത്രമായിരുന്നു. കാശിക്ക് പാറുവിൻ്റെ പെരുമാറ്റത്തിൽ എന്തോ അപാകത തോന്നി. എന്നാൽ അവൻ പുറത്ത് കാണിച്ചില്ല. മാഹി മുംബൈയിലെത്തിയിട്ട് ഇന്നേക്ക് 2 ആഴ്ച തികയുന്നു. ഏറെ മാസങ്ങൾ മാറിയുന്നതിനാൽ അതിൻ്റെ താലപ്പിഴകൾ ബിസിനസ്സിൽ ഏൽക്കാതിരിക്കാൻ മാഹി അഘോരാന്ത്രം കഷ്ടപ്പെടുന്നുണ്ട്. മേ ഐ? യെസ്, കേൾക്കാൻ ആഗ്രഹിച്ചെന്ന പോലെ അവൾ വേഗം കയറി വന്നു. വശ്യമായൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അവളുടെ ഏറെ നേരമായിട്ടുള്ള പ്രതികരണം ഇല്ലാതായപ്പോൾ മാഹി തലയുയർത്തി നോക്കി. അവനെ നോക്കി ചോരയൂറ്റുന്ന സ്നേഹയെ കണ്ടു. പിയാണ്. സ്നേഹ! അവൻ ടേബിൾ തട്ടി ദേഷ്യത്തോടെ വിളിച്ചു. അപ്പോഴവൾക്ക് ബോധം വന്നത്. സോറി സാർ, അവൾ ഭയത്തോടെ പറഞ്ഞു. അവനിരുത്തി മൂളി എണീറ്റിട്ടിരുന്ന ബ്ലേസർ ഊരി ചെയറിൽ വെച്ച് ക്യാബിനിൽ തന്നെയുള്ള സോഫയിലിരുന്നു. ഓക്കെ സ്നേഹ, ഈസ് ഇറ്റ് യുവർ വർക്ക് ആർ കംപ്ലീറ്റഡ്? ആ ഡീൽ നമുക്ക് തന്നെ കിട്ടുമല്ലോ? മാഹി ചോദിച്ചു. ഇല്ല സാർ, MK ഇൻഡസ്ട്രി നേരിടാൻ പോകുന്ന 2 കമ്പനികളാണ്. ഫസ്റ്റ് വൺ ഇസ് USL NM ഗ്രൂപ്പ്. അത് നമ്മൾക്ക് നിഷ്പ്രയാസം എതിർക്കാം. ബട്ട് സെക്കൻഡ് വൺ? സ്നേഹം ഒന്ന് നിർത്തി മാഹി ചോദ്യഭാവത്തിലും നോക്കി. സെക്കൻഡ് വൺ ഇസ് ആദിത്യ ഗ്രൂപ്പ്, അവൾ പറഞ്ഞു. വാട്ട്? ആദിത്യ ഗ്രൂപ്പ്? ബട്ട് വൈ? മാഹിയുടെ അലർച്ച ആ ക്യാബിൽ പ്രതിനിധിച്ചു. യെസ് സാർ, അവർ ഈ ഡീലിൽ നമ്മളെ ഓപ്പോസ് ചെയ്യുന്നുണ്ട്. മേ ബി വി ലോസ് ദിസ് ബട്ട് വി ട്രൈ അവർ ബെസ്റ്റ്, സ്നേഹ പറഞ്ഞു. ഓക്കെ, യു മൈ ഗോ, മാഹി പറഞ്ഞു. ആരോ ഫോൺ വിളിച്ചു. പിന്നീട് സ്നേഹ അവിടെ നിന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞതും ജോണും ദേവനും കയറി വന്നു. മാഹി സ്നേഹ പറഞ്ഞെല്ലാം പറഞ്ഞു കൊടുത്തു. അവരുടെ മുഖത്ത് ഞെട്ടൽ പ്രകടമായിരുന്നു. ആദിത്യ ഗ്രൂപ്പ് ഹാൻഡിൽ ബൈ സിദ്ധാർത്ഥ് വർമ്മ, ദേവൻ പറഞ്ഞു. എന്നിട്ട് വീണ്ടും തുടർന്നു. ആദിത്യ ഗ്രൂപ്പ് കൈവയ്ക്കാത്ത മേഖലയിൽ ചുരുക്കമാണ്. ലൈക്ക് ഹെൽത്തി, എഡ്യൂക്കേഷൻ, ചാരിറ്റി, എക്സ്പോർട്ട്, ഇമ്പോർട്ടൻറ്റ്, IT, മിഷനറീസ് എക്സെട്ര. കൈതൊടത്ത എല്ലാവരുടെയും തൻ്റെതായ മുദ്ര അവർ പതിപ്പിച്ചിട്ടുണ്ട്. ദാറ്റ്സ് വൈ ദേ ലീഡിങ് സെക്കൻഡ് പൊസിഷൻ ഇൻ വേൾഡ് ടോപ്പ് ബിസിനസ് ഗ്രൂപ്പ്. പിന്നെ സിദ്ധാർത്ഥ്, അവൻ നമ്മളെക്കാൾ ഇളയതാണ്. ബട്ട് അവൻ്റെ അധ്വാനമാണ് ആ കമ്പനി. പക്ഷേ എന്തെന്ന് വെച്ചാൽ അതിൻ്റെ CEO ആരും ഇതുവരെ കണ്ടിട്ടില്ല. സിദ്ധു പോലും പ്രസിഡൻ്റാണ്. സമോൺ ബിഹൈൻഡ് ബാക്ക് ഓൺ ഹിം. അവർ ഇതുവരെ ഇൻ്റർവ്യൂ പോലും കൊടുത്തിട്ടില്ല. എന്തിനും ഗൂഗിളിൽ സെർച്ച് ചെയ്താലും വരില്ല, ദേവൻ പറഞ്ഞു. ഞാനും അറിഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അവർ നോട്ടമിട്ടൊന്നും അവർക്ക് കിട്ടാതെ പോയിട്ടില്ല. പക്ഷേ അവർക്കെന്തിനാ ഈ ചെറിയ പ്രൊജക്റ്റ്? ദേ ടാർഗറ്റ് ഇൻ സമൺ മേ ബി യുവർ ഓർ നിരഞ്ജൻ, ജോൺ പറഞ്ഞു. എൻ്റെ അറിവിൽ എനിക്ക് ആദ്യ ഗ്രൂപ്പായി യാതൊരു ബന്ധവുമില്ല, മാഹി പറഞ്ഞു. നിനക്ക് ബന്ധമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നഷ്ടം നിനക്ക് കൂടിയാണ്, ദേവൻ പറഞ്ഞു. ഡാ ദേവ, നീ ഇവനെ ടെൻഷനാക്കാതെടാ, നീ മീറ്റിംഗ് പോകാൻ നോക്ക്, മാഹിയുടെ ടെൻഷൻ കണ്ട് ജോൺ പറഞ്ഞു. ഒന്ന് മൂളിക്കൊണ്ട് മാഹി പോയി. പിറകെ ജോണും ദേവനും. മീറ്റിംഗ് എല്ലാം നല്ലപോലെ നടന്നു. എല്ലാ കമ്പനികളും അവരവരുടെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആദിത്യ ഗ്രൂപ്പിൻ്റെ പവർ അറിയുന്നത് കൊണ്ട് ആരും അധികം പ്രതീക്ഷ ഈ പ്രൊജക്റ്റിൽ വെച്ചില്ല. എല്ലാവരുടെയും പ്രതീക്ഷ തെറ്റിക്കാതെ ആദിത്യ ഗ്രൂപ്പിനെ ഡീൽ കൊണ്ടുപോയി. നിരഞ്ജൻ്റെയും മാഹിയുടെയും മുഖത്ത് നിരാശ പടർന്നു. എന്നാൽ മറ്റൊരു മുഖത്ത് പുച്ഛവും പകയും മാത്രമായിരുന്നു. ഒരു പെണ്ണിൻ്റെ സ്വപ്നങ്ങളും ജീവിതവും നശിപ്പിച്ചവരോടുള്ള പുച്ഛവും തീർത്താ തീരാത്ത പകയും. 7 ദിവസത്തിന് ശേഷം പുറത്തിറങ്ങിയതാണ് കാശിയും പാറുവും. ഈ ദിവസങ്ങളിലെ പാറുവിൻ്റെ സ്വഭാവം കാശിനുള്ളിൽ സംശയം നിറച്ചു. കിളിക്കാമ്പെട്ടി പോലെ ചിന്നിച്ചിതറി നടന്നിരുന്നവൾ കല്യാണത്തിന് ശേഷം ഉൾവലിഞ്ഞ പോലെ തോന്നി കാശിക്ക്. അതെല്ലാം ചോദിച്ചറിയാൻ കൂടിയാണ് കാശി പാറുവിനെ കൂട്ടി പുറത്തു വന്നത്. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ പാറു തന്നെയാണ് ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞത്. കാശിക്കും അത് നല്ലതാണെന്ന് തോന്നി. അവർ അവിടെയുള്ള സ്റ്റോൺ ബെഞ്ചിലിരുന്നു. ഏറെ നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം കാശി തന്നെ തുടർന്നു. ഏട്ടത്തെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? കാശി ചോദിച്ചു. എന്താടാ, നിനക്കെതിരൊരു മുഖവര? അവൾ അവനെ സംശയത്തിൽ നോക്കി ചോദിച്ചു. ഏട്ടത്തിക്ക് ഏട്ടന് മുന്നേ പരിചയമുണ്ടല്ലേ? കാശി സംശയത്തോടെ ചോദിച്ചു. നീ എൻ്റെ അമ്മാവിൻ്റെ മോനാണെന്നറിയാം, പാറു പറഞ്ഞു. അത് കേട്ട് കാശി ഒന്ന് ഞെട്ടി. ഏട്ടത്തിക്ക് എങ്ങനെ? അവൻ അതേ ഞെട്ടലോടെ തന്നെ ചോദിച്ചു. ഞാൻ വീട് വിട്ടിറങ്ങാനിടയായ സാഹചര്യം നിനക്കറിയാലോ, പാറു ചോദിച്ചു. അറിയാം. അന്ന് ഞാൻ വീട് വിട്ടിറങ്ങിയ ശേഷം എനിക്ക് എന്ത് ചെന്നറിയില്ലായിരുന്നു. പൊതുവിരുട്ട് പേടിയാ. ഞാൻ കൂറ്റാക്കുരുട്ടിലേക്കാണ് ചെന്ന് പെട്ടത്. സിദ്ധുവിനെ വിളിക്കുന്ന സമയത്താ കുറേ പേർ വന്ന് തന്നോട് അപമര്യാദയായി പെരുമാറിയത്. ഞാൻ സിദ്ധുവിനോട് വേഗം വരാൻ പറഞ്ഞു.
അവനെ വിളിക്കുമ്പോൾ ഞാൻ കരഞ്ഞു പോയിരുന്നു. അവൻ വന്ന് തന്നെ കൂട്ടിക്കൊണ്ടുപോയത് അവൻ്റെ വീട്ടിലേക്കാണ്. നിശ്വസിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. വീണ്ടും ഓർമ്മകളിലേക്ക് ഊളിയിട്ടു. കോളിംഗ് ബെല്ലടിച്ചപ്പോൾ വാതിൽ തുറന്ന് മധുമ്മയായിരുന്നു. സിദ്ധാർത്ഥിൻ്റെ അമ്മയാണ്. മഴയത്ത് നനഞ്ഞ് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന എന്നെ കാണി മധുമ്മയ്ക്ക് ഭയം തോന്നി. കണ്ണ, പാറു എന്തിനെ കരയണേ? മധുമ്മ പരിഭ്രമത്തോടെ അതിലേറെ വാത്സല്യത്തോടെ ചോദിച്ചു. അമ്മ, അതൊക്കെ പറയാം, ആദ്യം അവളൊന്ന് കയറട്ടെ. പാറു, നീ റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് വാ. സിദ്ധു അവളുടെ തോളിൽ തട്ടി പറഞ്ഞു. മധുമ്മയുടെ മുഖത്ത് ആശങ്ക പ്രകടമായി. കണ്ണ, അവർ പേടിയോട് വിളിച്ചു. സിദ്ധുവിനോട് കാറിലിരിക്കുന്ന സമയം വീട്ടിൽ നടന്ന് മുഴുവൻ പറഞ്ഞിരുന്നു പാറു. സിദ്ധു അത് അതേപടി മധുമ്മയോട് പറഞ്ഞു. പറയുമ്പോൾ എല്ലാം സിദ്ധു ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. കാരണം പാറുവിന് ഒരു മുള്ളുകൊണ്ട് പോലും ആരും നോവിക്കുന്നത് സിദ്ധുവിന് ഇഷ്ടമല്ല. അത്രത്തോളം സ്വാർത്ഥമായ സൗഹൃദമായിരുന്നു അവരുടേത്. അപ്പോഴാണ് പാറു അവിടേക്ക് ഇറങ്ങി വന്നത്. മോളെ, ഇനി എന്ത് ചെയ്യും? മധുമ്മ ആശങ്കയോടെ ചോദിച്ചു. പേടിക്കേണ്ട അമ്മേ, ഞാൻ കരഞ്ഞ് തളർന്നിരിക്കുന്നുമില്ല. ഞാൻ എൻ്റെ നിരപരാധിത്വം തെളിയിക്കും, പാറു വാശിയോടെ പറഞ്ഞു. പക്ഷെ എങ്ങനെ? പാറു, അവളാ ശിവാനി. പെട്ടെന്നാണ് പാറുവിൻ്റെ ഫോണിൽ ഒരു വീഡിയോ ഓണായത്. അതിൽ ശിവാനി പറഞ്ഞെല്ലാം റെക്കോർഡായിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ സിദ്ധുവിൻ്റെ മുഖം ചുളിഞ്ഞു. ഞാനെടുത്തതാ, എന്തെങ്കിലും തെളിവ് വേണ്ടേ? പാറു ഒരു പുച്ഛത്തോടെ പറഞ്ഞു. ഇത് ആകാശത്തിന് അയച്ചു കൊടുക്കണം, ബാക്കി ആകാശത്തെ നോക്കിക്കോളും, പാറു പറഞ്ഞു. പാറു, അപ്പോൾ നീ തിരിച്ചു പോകുമോ ദേവമംഗലത്ത്? സിദ്ധു ചോദിച്ചു. ഇല്ല കണ്ണ, ഇനി പാറു ആ വീട്ടിൽ കാലുകുത്തില്ല, അവൾ ഉത്തരം വാശിയോട് പറഞ്ഞു. പിന്നെ നീ എന്ത് ചെയ്യാനാ? മധുമ്മ പറഞ്ഞു. എന്ത് ചെയ്യാൻ? ഞാൻ അവരുടെ മധുമേ? ശിവരാമൻ്റെ കാരണത്തിൽ എടുത്തു വളർത്തിയ രാജകുമാരിക്ക് തുല്യം, അതും അവരുടെ മരിച്ചുപോയ മക്കൾക്ക് പകരം. അതുകൊണ്ടല്ലേ എൻ്റെ പേര് പോലും മാറ്റിയത്. അപ്പം ഏട്ടത്തി ദിവ്യപ്പച്ചിയുടെ മോളല്ലേ? കാശിടയിൽ കയറി ചോദിച്ചു. അല്ല, ഒറ്റ വാക്കിൽ ഭാവബോധങ്ങൾ ഇല്ലാതെ പറഞ്ഞു. പിന്നെ? കാശി ഞെട്ടൽ വിട്ടുമാറാതെ തന്നെ ചോദിച്ചു. ശിവരാമൻ്റെ ആത്മമിത്രമായ ബാലചന്ദ്രൻ്റെ ഒരു മോൾ, ആദ്യ ബാലചന്ദ്രൻ. എൻ്റെ 5 വയസ്സിലെ ആക്സിഡൻറ്റിൽ മരിച്ച ആ സമയമായിരുന്നു ദേവിയമ്മയുടെ മോൾ ഗൗരി മരിച്ചത്. ആകെ മരവിച്ച് ഭ്രാന്തിയായി മാറിയിരുന്നു ദേവിയമ്മ. അതുകൊണ്ട് എന്നങ്ങ് ഗൗരി പാർവതിയാക്കി, പാറൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. അപ്പോൾ ഏട്ടത്തെയാണോ ആദ്യ ഗ്രൂപ്പിൻ്റെ? കാശി ആകാംക്ഷയോടെ ചോദിച്ചു. സിയോ, എനിക്ക് 18 വയസ്സ് കഴിഞ്ഞ സ്വത്തെല്ലാം എൻ്റെ പേരിലാവും. അതുവരെ മധുമ്മയും ശ്രീയപ്പയും നോക്കും, അവൾ പറഞ്ഞു. മധുമ്മ? കാശി സംശയത്തിൽ ചോദിച്ചു. എൻ്റെ അമ്മ ശ്രീദേവിയുടെ ഏട്ടനാണ് ശ്രീകാന്ത്, ഭാര്യ മധുമിത, മകൻ സിദ്ധാർത്ഥ്. അപ്പോൾ സിദ്ധു ചേട്ടൻ? അവൻ എനിക്ക് വേണ്ടി ഈ നാട്ടിൽ വന്നത് ഒരു സംരക്ഷണ കവചം പോലെ നിൽക്കുന്നത്. ആ സംരക്ഷണ കവചം പൊളിച്ചാണ് നിൻ്റെ ഏട്ടൻ എന്നെ കിട്ടിയത്. നിൻ്റെ ഏട്ടൻ എന്നോട് ചെയ്തതൊക്കെ അവരറിഞ്ഞ നിൻ്റെ ഏട്ടൻ്റെ ജീവനോട് കിട്ടുമെന്ന് സംശയം, പാറു പുച്ഛത്തോടെ പറഞ്ഞു. ഏട്ടനേട്ടത്തിയോട് എന്ത് ചെയ്തു? കാശി സംശയത്തോട് ചോദിച്ചു. പാറു അവളോട് ചെയ്ത മൊത്തം പറഞ്ഞു. എന്തോ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മാഹിയുടെ എന്തോ വല്ലാത്ത ദേഷ്യം തോന്നി. ഏട്ടത്തി, അപ്പോൾ ഏട്ടൻ? കാശിക്ക് കണ്ണീർ വരുന്നുണ്ടായിരുന്നു. അല്ല, നിൻ്റെ ഏട്ടൻ എന്നെ പ്രേമിച്ചിട്ടൊന്നുമില്ല. അമ്മു വിധു, അവരാണ് നിൻ്റെ ഏട്ടൻ്റെ ലക്ഷ്യം. അത് കഴിഞ്ഞ് എന്നെ ഉപേക്ഷിക്കും, പാറു പറഞ്ഞു. ഏട്ടത്തി, അവൻ നിസ്സഹായതയോടെ വിളിച്ചു. ഞാൻ നിൻ്റെ ഏട്ടനെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടായിരുന്നു. പക്ഷെ നിൻ്റെ ഏട്ടൻ... പറഞ്ഞു നിർത്തിയ വാക്കുകൾ തൊണ്ടക്കുഴിയിൽ തങ്ങി നിന്ന പോലെ തോന്നി അവൾക്ക്. പിന്നൊരു കാര്യം, സിദ്ധു നാളെ കഴിഞ്ഞ് വരും. എൻ്റെ കാര്യം അവൻ അറിഞ്ഞിട്ടുണ്ടാവും. അവനെത്തിയ ഞങ്ങൾ ഫിൻലാൻഡിൽ പോകും. കാശി, എനിക്ക് നിർബന്ധമുണ്ട്. നിൻ്റെ ഏട്ടനെ സ്നേഹിച്ചു എന്നെ കാരണം കൊണ്ട് എൻ്റെ ഭാവി നശിക്കരുത്. ഇവിടെ നിന്ന് ഞാൻ പോയി കഴിഞ്ഞ പിന്നെ ഗൗരി പാർവതി ആയിരിക്കില്ല, ആദ്യ ബാലചന്ദ്രനായിരിക്കും. നിന്നെ മറക്കില്ല കിച്ചു, ഒരിക്കലും, പാറു കണ്ണീരോടെ പറഞ്ഞു. ഏട്ടത്തി പോവല്ലേ, ഏട്ടൻ ചെയ്തല്ല ഞാൻ മാപ്പ് പറയാം, കാശി പാറുവിൻ്റെ കയ്യിൽ പിടിച്ചു പറഞ്ഞു. വേണ്ട കാശി, നിൻ്റെ ഏട്ടൻ ചെയ്തത് എന്നിലെ പെണ്ണിൻ്റെ അഭിമാനത്തിൻ്റെ വ്രണമേറ്റി. ഇക്കാര്യത്തിൽ ഞാനൊരു ഭാര്യ ഏട്ടത്തിയോ അല്ല, ആത്മാഭിമാനമുള്ളൊരു പെണ്ണ് മാത്രം. പാറുവിൻ്റെ കണ്ണുകൾ അഗ്നി ജ്വലിച്ചു. പെട്ടെന്നുള്ള പാറുവിൻ്റെ ഭാവമാറ്റത്തിൽ കാശി ഒന്ന് പകച്ചു. എന്തുകൊണ്ടോ അവന് മാഹിയോട് വെറുപ്പ് തോന്നിയിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട ഏട്ടത്തിയെ വേദനിപ്പിച്ചതിൽ ഏറെ നേരം അവിടെ നിശബ്ദത തളം കെട്ടി നിന്നു. അമ്മു വിധു ആരാ? പാറു സംശയത്തോട് ചോദിച്ചു. അമ്മു അലങ്കൃത കിച്ചൻ്റെ അനിയത്തിയാണ്. വിധു വിദ്യ ജോണിച്ചൻ്റെയും.
കാശി പോകാം, പാറു പറഞ്ഞു. അവൻ മൂളി. തിരിച്ചുള്ള യാത്രയിൽ ഇരുവരും തികച്ചും മൗനമായിരുന്നു. കാശി മനസ്സിൽ പലതും കണക്ക് കൂട്ടി. മീറ്റിംഗ് കഴിഞ്ഞ് മഹിയാകെ അസ്വസ്ഥമായിരുന്നു. പെട്ടെന്നാണ് റൂം ഡോർ തുറന്ന് നിരഞ്ജൻ കയറി വന്നത്. ഒപ്പം ജോണും. നിരഞ്ജനെ കണ്ട് മഹിയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. മഹി, ഞാനൊരു പ്രശ്നത്തിന് വന്നതല്ല, അവൻ്റെ ടോക്ക് വിത്ത് യു. ഇത്രയും കാലം നീ എനിക്ക് അതിനുള്ള അവസരം തന്നില്ല, ബട്ട് ഇന്ന് തന്നേ പറ്റൂ. മഹിയുടെ ഭാവമാറ്റം കണ്ട് നിരഞ്ജൻ പറഞ്ഞു. മഹി ജോണിനെ ഒന്ന് നോക്കി. അവൻ കണ്ണടിച്ച് കാണിച്ചു. നിരഞ്ജൻ തുടക്കമിട്ടു. നീ വിചാരിക്കുന്ന പോലെ അമ്മുവിനെയോ വിധുവിനെയോ കടത്തിയത് ഞാനല്ല, ഞാൻ അവരെ രക്ഷിച്ചതാണ്. പക്ഷേ നീ എന്നെ തെറ്റിദ്ധരിച്ചു. അതിൻ്റെ പേരിൽ നമുക്ക് നഷ്ടമായത് നമ്മുടെ സൗഹൃദമാണ്. പിന്നെ നിരഞ്ജൻ ഒന്ന് പുഞ്ചിരിച്ചു. എല്ലാം നഷ്ടപ്പെട്ടവൻ്റെ പുഞ്ചിരി. നീയില്ലെങ്കിൽ പിന്നെ ആരാ? സാഹചര്യമെല്ലാം നിനക്കെതിരാണ്. മഹി അലറി. സത്യമാ മഹി, ഞാനല്ല. അന്ന് നമ്മൾ പാറുവിൻ്റെ പേരിൽ തെറ്റിയ ശേഷം എനിക്കെന്തു വല്ലായ്മ തോന്നി. അങ്ങനെ ഞാൻ നിന്നെ കാണാൻ ശ്രീശൈലം വന്നത്. വരുന്ന വൈക്ക് അമ്മും വിധവും കൂടുന്നത് കണ്ടത്. അവരുടെ പിന്നാലെ പോയപ്പോഴാണ് ഞാൻ കണ്ടത്. അവരാരോ വാനിൽ. ഞാൻ അവരവിടെ നിന്ന് രക്ഷിച്ചു. പക്ഷേ അയാളുടെ മുഖം ഞാൻ കണ്ടില്ല. അമ്മുവിനെയും വിധുവിനെയും ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോയി. ഇതെല്ലാം നിങ്ങളോട് തുറന്നു പറയാൻ ശ്രമിച്ചതാ. പക്ഷേ ഞാനിതെല്ലാം പാറുവിന് വേണ്ടി ചെയ്താണെന്ന് വിചാരിച്ചു. പ്രതികാരം ചെയ്യാൻ ഇറങ്ങി. അവൻ മഹിയെ നോക്കി പുച്ഛിച്ചു. ഇനി നിന്നോടൊരു കാര്യം പറയാം. പാറു എൻ്റെ പ്രണയമല്ല, മറിച്ച് എൻ്റെ പ്രാണനാണ്. അത് അന്നും ഇന്നും എന്നും ഉണ്ടാവും. നിനക്ക് വേണ്ടി വിട്ടു തരുക എൻ്റെ പ്രാണന്. എന്തെങ്കിലും നിനക്ക് അവളെ വേണ്ടെന്ന് തോന്നിയാൽ വിളിച്ചാൽ മതി, എന്ന് ഞാൻ നോക്കിക്കോളാം. നിരഞ്ജൻ കണ്ണീരോടെ പറഞ്ഞു. അതിൽ നിന്ന് മഹിക്ക് ജോണിന് മനസ്സിലായി നിരഞ്ജൻ പാറുവിനെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. എന്നാൽ ഇതേ സമയം മഹിക്ക് കുറ്റബോധമായിരുന്നു. ഒരു തെറ്റും ചെയ്യാത്തവളെ ഇതിൽ വലിച്ചിട്ടതിൽ. നിരഞ്ജ, മഹി വിളിച്ചു. പിന്നെ ഇന്ന് നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞത് നമ്മുടെ പാർട്ട്ണർഷിപ്പിലാണ്. എന്നെ ഗ്രൂപ്പ് അതിൻ്റെ കമ്പനിയിൽ അയപ്പിച്ചു. ഞാൻ ഫിൻലാൻഡിൽ പോവാം. അമ്മുവും വിധുവും എൻ്റെ കൂടെ ഉണ്ട്. അവർ നാളെ എത്തും. അമ്മ ഡോക്ടറാണ്, വിധു ഡിസൈനറും. നിരഞ്ജനൊന്ന് ചിരിച്ചു. എന്നിട്ടൊരു ഡോക്യുമെൻ്റ് മഹിയുടെ കയ്യിൽ കൊടുത്തു. മഹിക്ക് എത്രയും പെട്ടെന്ന് പാറുവിനെ കണ്ടാൽ മതിയെന്നായിരുന്നു. പക്ഷേ അവൻ അറിഞ്ഞില്ല അവൾ തന്നിൽ നിന്നകന്നു എന്ന്. അവനിൽ അത്രത്തോളം അവളിലെ പെൺമാനത്തെ തളർത്തിയെന്ന്. അവനെല്ലാം മീറ്റിംഗ് ക്യാൻസലാക്കി. പക്ഷേ ഹെവി റെയിൻ കാരണം ഫ്ലൈറ്റെല്ലാം ക്യാൻസലായി. പിറ്റേ ദിവസം തന്നെ അമ്മുവും വിധുവും എത്തി. സത്യങ്ങൾ അറിഞ്ഞപ്പോൾ മഹിക്ക് കുറ്റബോധം തോന്നി. നല്ലൊരു സൗഹൃദം നഷ്ടപ്പെടുത്തിയതിൽ. നിലാവിൽ അയച്ചുവിട്ട കോഴിയെ പോലെ നടക്കുവാണ് മഹി. കൂടെ ജോൺ, ദേവൻ, അജു. കിച്ചൻ എല്ലാം ഉണ്ട്. എല്ലാം കൂടെ വെള്ളമടി പാർട്ടിയിലാണ്. കിച്ചനും ജോണും ഒരു മീറ്റിംഗ് ആവശ്യം കഴിഞ്ഞ് വന്നേ ഉള്ളൂ. എന്താണ് കാമുക, നാളെ ഭാര്യയെ കാണാൻ പോകുന്നതിൻ്റെ ത്രില്ലിലാണോ? അജു കളിയാക്കി ചോദിച്ചു. മഹി അതിനൊന്ന് പുഞ്ചിരിച്ചു. അവൻ്റെ പാതിക്ക് മാത്രം വിരിഞ്ഞ പുഞ്ചിരി. ഭാര്യയോ? കിച്ചനൊന്ന് പുച്ഛിച്ചു. കിച്ച വേണ്ട. ജോൺ കിച്ചനെ തടഞ്ഞു. എന്ത് വേണ്ടെന്നാണവോ ജോൺ ഉദ്ദേശിച്ചത്? ഞാൻ പറയും. ഈ മോനോട് ഞാൻ പറഞ്ഞതാ ഒന്നും അറിയാത്ത പാർവിനെ പിടിച്ചു വലിച്ച് ഇതിലേക്ക് ഇടണ്ടെന്ന്. എന്നിട്ട് ഇവൻ കേട്ടോ? ഇവനക്ക് വലുത് ഇവൻ്റെ ലക്ഷ്യം. കിച്ചൻ കുഴഞ്ഞ നാവോടെ പറഞ്ഞു. കിച്ച നിർത്ത്, അതൊക്കെ കഴിഞ്ഞല്ലേ? അതൊക്കെ തിരുത്താനല്ലേ നമ്മൾ നാട്ടിൽ പോണേ. ദേവൻ കിച്ചൻ്റെ നേരെ പോയി. എന്ത് കഴിഞ്ഞെന്ന്? ഇവൻ്റെ കാരണം മുറിവേറ്റ പെണ്ണിൻ്റെ മനസ്സാ. അവളെ നിങ്ങൾക്കറിയോ? ഈ ഡാഷ് അവളോട് എന്താ ചെയ്തെന്ന്? ഒരു പെണ്ണെന്ന പരിഗണന പോലും കൊടുക്കാതെ അവളെ പിച്ച് ചീന്തി. കിച്ചൻ പറഞ്ഞു. അതെല്ലാവരും ഞെട്ടലുളവാക്കി. കിച്ചൻ ബോധമില്ല, നീ എന്തൊക്കെ വിളിച്ചു പറയുന്നേ? അജു കിച്ചയെ നേരെ തിരിഞ്ഞു. അജു വേണ്ട, അവൻ പറഞ്ഞ സത്യ. മഹി തല താഴ്ത്തി പറഞ്ഞു. ആ മോൻ്റെ വായിൽ നാവുണ്ടല്ലേ? ഞാൻ വിചാരിച്ച് ഇറങ്ങിപ്പോയിന്ന്. ദാ മഹി, നീ നഷ്ടപ്പെടുത്തിയത് മാണിക്കത്തെയാ. ചിലപ്പോ ഇനി നീ വിചാരിച്ച പോലും അവളുടെ അടുത്ത് എത്താൻ പറ്റിയെന്ന് വരില്ല. കിച്ചൻ പറഞ്ഞു. കിച്ചൻ സമ്മതിച്ചു. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാ, പക്ഷെ അത് എൻ്റെ അവകാശമല്ലേ. ഷീസ് മൈ വൈഫ്. മഹി ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. ഭാര്യ ഒരു പെണ്ണിൻ്റെ ദേഹത്ത് അവളുടെ അനുവാദമില്ലാതെ തൊടുന്ന തെറ്റ് തന്നെയാ. അതിപ്പോൾ ആരാണെങ്കിലും. കിച്ചൻ പറഞ്ഞു. മഹി, നിന്നോട് ഞങ്ങൾ 100 വട്ടം പറഞ്ഞതാ വേണ്ടെന്ന്. അനുഭവിച്ചു. എന്ത് ഭവിഷ്യത്ത് വന്നാലും. ദേവൻ പറഞ്ഞു. പിന്നെ നീ അറിയാനൊരു കാര്യം കൂടി. നാളെ ഈവനിങ് ഫ്ലൈറ്റിൽ അവൾ ഫിൻലാൻഡിൽ പോകും. നിനക്ക് പറ്റുവാണെങ്കിൽ അവളെ പോയി പിടിച്ചു നിർത്താൻ നോക്ക്. കിച്ചൻ പറഞ്ഞു. വാട്ട്, ഫിൻലാൻഡിലേക്കോ? മഹി സംശയത്തോടെ അലറി. അതെ, നീ അറിയാത്ത പല കാര്യങ്ങൾ ഉണ്ട് മഹി. ഞാൻ അറിയാത്ത എന്ത് കാര്യം? അവളുടെ ജീവിതത്തിൽ നീ അവളിൽ കണ്ടിട്ടുള്ള ദേവമംഗലത്തെ ഗൗരി പാർവതിയെ മാത്ര. നിങ്ങളാർക്കും അറിയാത്തൊരു പെണ്ണുണ്ട് അവളുടെ ഉള്ളിൽ. ആദ്യ CEO ഓഫ് ആദിത്യ ഗ്രൂപ്പ്. കിച്ചൻ അവിടെയുള്ള ചെയറിലിരുന്ന് പറഞ്ഞു.
കിച്ചൻ്റെ വെളിപ്പെടുത്തൽ എല്ലാവരുടെയും കിളികൾ കൂടും കുടുക്കിയും എടുത്ത് തെക്കോട്ട് പോയി. വട്ട്, ആദ്യോ? അപ്പോൾ ഗൗരി പാർവതി? മാഹിയായിരുന്നു. ബാക്കി എല്ലാവരും കിച്ചൻ്റെ വാക്കുകൾക്കായി കാത്തിരുന്നു. യെസ്, ആദ്യ ബാലചന്ദ്രൻ, ആദ്യ ഗ്രൂപ്പിൻ്റെ ഫോർമൽ ചെയർമാൻ. മരിച്ചിട്ട് 18 വർഷം. ബാലചന്ദ്രൻ്റെയും ശ്രീദേവിയുടെയും ഒരേ ഒരു മോൾ ആദ്യ ബാലചന്ദ്രൻ, അതായത് നിന്റെ ഭാര്യ ഗൗരി പാർവതി. കിച്ചൻ മാഹിയുടെ നെഞ്ചിൽ തട്ടി പറഞ്ഞു. ദേ ചെറുക്ക, കള്ള് കുടിച്ച് വയറ്റിലേക്ക് എടുക്കണം, അല്ലാതെ അനാവശ്യം പറയരുത്, ജോൺ കിച്ചനോട് പറഞ്ഞു. ദേവനും അജും അത് ശരിയെന്ന പോലെ തലയാട്ടി. എടാ കോപ്പേ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ, കള്ളിൻ്റെ പുറത്തല്ല. ആദിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് അവളുടെ അച്ഛനും അമ്മയും മരിച്ചത്. ബാലചന്ദ്രൻ ആത്മമിത്രമായിരുന്നു ദേവമംഗലത്തെ ശിവരാമൻ. അയാളുടെ മോളാണ് ഗൗരി പാർവതി. ആ കുട്ടിക്ക് ന്യൂമോണിയം വന്ന് മരിച്ചു. അത് ദേവിയമ്മക്ക് ഉൾക്കൊള്ളാനായില്ല, ഭ്രാന്തിയായി മാറുമെന്ന അവസ്ഥയിലായിരുന്നു. ആദിക്കും ഗൗരിക്കും ഒരേ പ്രായമായോണ്ട് ആദ്യം ഗൗരിയാക്കി. പിന്നെ നീ അന്ന് കണ്ടില്ലേ സിദ്ധാർത്ഥ്, അവൻ അവളുടെ മുറച്ചെറുക്കനാ. അവളുടെ അമ്മ ശ്രീദേവിയുടെ ഏട്ടൻ്റെ മോന്. നീ അവളോട് ചെയ്തൊക്കെ അവൻ അറിഞ്ഞ പൊന്നു മോനെ. നീ വലിയ ബിസിനസ്മാൻ ആണെന്ന് ഒന്നും അവനെ നോക്കൂല, ഒന്ന് തള്ളും. നാളെ അവൻ വരും. സിദ്ധാർത്ഥ്, അവൻ്റെ രക്ഷാകവചം തകർത്താണ് നീ അവളെ കല്യാണം കഴിച്ചത്. അവൻ നിന്നെ വിടൂല മോനെ, കിച്ചൻ പറഞ്ഞു നിർത്തി. എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് മാഹിയുടെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം തന്നെ ഉടലെടുത്തു. അവൻ എത്രയും പെട്ടെന്ന് വീടെത്തിയാൽ മതിയെന്ന് തോന്നി.